നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നാളുകളിലേക്കാണല്ലോ നമ്മൾ നീങ്ങുന്നത്. ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചിട്ട് 19ാമത്തെ മണ്ഡലത്തിലാണ് ഇന്ന് എത്തുന്നത്. നാളെ കണ്ണൂർ മണ്ഡലമാകുന്നതോടെ ഈ തെരഞ്ഞെടുപ്പ് പര്യടനം പൂർത്തിയാവുകയാണ്. എല്ലാ മണ്ഡലങ്ങളിലെയും ജനങ്ങളുമായും പ്രവർത്തകരുമായും നേതാക്കളുമായും ഒക്കെ സംവദിക്കാൻ കഴിഞ്ഞതിലൂടെ ഈ പര്യടനത്തിൽ നിന്നും വ്യക്തമായി വരുന്ന ചിത്രം ഈ തെരഞ്ഞെടുപ്പ് ഫലം 2019-ൽ നിന്ന് നേരെ വിപരീതമായ ഒന്നാവും എന്ന് തന്നെയാണ്. LDF ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാടുകൾക്കാണ് പൊതുവെ അംഗീകാരം കേരളത്തിൽ വന്നിട്ടുള്ളത്. അത് കൃത്യമായി തിരിച്ചറിഞ്ഞു എന്നതാണ് കോൺഗ്രസും BJPയും ഒരേ രീതിയിൽ കാണിക്കുന്ന പരിഭ്രമം വ്യക്തമാക്കുന്നത്. കേരളത്തെയും നമ്മുടെ സംസ്ഥാനം നേടിയ പുരോഗതിയെയും നുണകൾ കൊണ്ട് മൂടാനാണ് പ്രധാനമന്ത്രിയും കേരളത്തിലെ പ്രധാന പ്രതിപക്ഷ കക്ഷിയുടെ അഖിലേന്ത്യാ പ്രധാനിയും ഒരേ മനസ്സോടെ ശ്രമിക്കുന്നത്. കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമാണ്. നാം കാണേണ്ടത് നീതി ആയോഗ് പുറത്തിറക്കിയ ആരോഗ്യ സൂചികയിൽ കേരളം 1ാം സ്ഥാനത്താണ്. ഈ 1ാം സ്ഥാനം വിവിധ മേഖലകളിൽ നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസ ഗുണനിലവാര സൂചിക, അതേപോലെ തന്നെ സുസ്ഥിര വികസന സൂചിക, ഇതിലെല്ലാം നീതി ആയോഗ് തന്നെ 1ാം സ്ഥാനം കേരളത്തിനാണ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല, തുടർച്ചയായാണ് ഈ നേട്ടം സംസ്ഥാനത്തിന് ലഭിക്കുന്നത്. നീതി ആയോഗിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. എന്നിട്ടും അദ്ദേഹം പറയുകയാണ് കേരളം മോശമാണ്. അപ്പോൾ സാക്ഷരത 96%, ആയുർദൈർഘ്യം 75.2 വർഷം, ഉയർന്ന ആരോഗ്യ സൂചികകൾ, നവീകരിച്ച സാമൂഹ്യ സുരക്ഷ, മികച്ച ക്രമസമാധാനം, അനുയോജ്യമായ ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ, ഇങ്ങനെ സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങളാൽ കേരളം രാജ്യത്തിന് മാതൃകയായാണ് നിലകൊള്ളുന്നത്. കുടുംബശ്രീ സംരംഭം മുതൽ ആരോഗ്യമേഖലയിലെ പരിഷ്കാരങ്ങൾ, വിഖ്യാതമായ സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ് പദ്ധതി, നവകേരള കർമ്മ പദ്ധതി,
ഇത്തരത്തിൽ കേരളം മുൻകൈയെടുത്ത സംരംഭങ്ങൾ ദേശീയ തലത്തിൽ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ അനുകരിക്കപ്പെട്ടിട്ടുമുണ്ട്. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ആരോപിച്ചൊരു കാര്യം ബീഹാറിനെ പോലെയാണ് അഴിമതി കേരളത്തിലെന്നാണ്. അദ്ദേഹം ഒറ്റയടിക്ക് 2 സംസ്ഥാനങ്ങളെ അപമാനിക്കുകയാണ് ചെയ്തത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യം കേരളത്തിന് മാത്രമല്ല രാജ്യത്തിനാകെ അറിയാവുന്നൊരു കാര്യമാണ്. അത് ഇന്ത്യയിൽ അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് എന്നത് വിഖ്യാതമാണ്. ഈ അംഗീകാരം കേരളത്തിന് നൽകിയത് സെൻറ്റർ ഫോർ മീഡിയ സ്റ്റഡീസും ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണലും ലോക്കൽ സർക്കിൾസും ചേർന്ന് നടത്തിയ ഇന്ത്യ കറപ്ഷൻ സർവേ അനുസരിച്ചാണ്. അതിനപ്പുറം ഏത് ആധികാരിക റിപ്പോർട്ട് വെച്ചാണ് പ്രധാനമന്ത്രി കേരളത്തെ അവമാനിക്കുന്ന പ്രസ്താവന നടത്തിയത്?